ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 5-ാം വാക്യം. ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. എന്നാൽ ഏറ്റവും അധികം യേശു എതിർപ്പ് നേരിട്ടതും ഇവിടെ തന്നെയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നതും യേശുവിൻ്റെ പാവമോചനാധികാരത്തെ യഹൂദർ ചോദ്യം ചെയ്യുന്നതാണ്. ഒരു തളർവാദ രോഗിയെ യേശുവിൻ്റെ സന്നിധിയിൽ സൗഖ്യപ്പെടുത്തുന്നതിനായി കൊണ്ടുവരുമ്പോൾ അവൻ്റെ ശാരീരിക സൗഖ്യം എന്നതിനേക്കാൾ ആത്മീയ സൗഖ്യം കൂടി നൽകുവാനാണ് അവിടുന്ന് ആഗ്രഹിച്ചത്. അതിനാൽ തന്നെ യേശു ആദ്യമേ തന്നെ തളർവാദ രോഗിയുടെ പാപം മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യരുടെ പാപം ക്ഷമിക്കുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് യഹൂദർ നന്നായി അറിഞ്ഞിരുന്നതിനാൽ യേശു അപ്രകാരം ചെയ്തത് അവർക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ പോകുന്നു. കാരണം തച്ചൻ്റെ മകനെ ദൈവമായി കാണാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. നമ്മുടെ ആത്മാവിനെ പാപബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കുക വഴി ശാരീരിക സൗഖ്യം നൽകുവാൻ യേശുവിന് സാധിക്കുമെന്ന് വെളിപ്പെടുത്തുക കൂടിയായിരുന്നു. ഇന്നും ആ ആത്മീയ സൗഖ്യം നമുക്ക് ലഭിക്കുന്നത് തിരുസഭയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന കുമ്പസാരം എന്ന കുദാശയിലൂടെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പാപമോചനത്തിലൂടെ അങ്ങയുടെ മകനും മകളുമായി ഉയർത്തപ്പെടുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. അതിനായി സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവെ നന്ദി, യേശുവെ സ്തുതി.